ഹായ് ഹലോ. നല്ല ചൂടാണ്, നല്ല സമ്മറാണ്. നമ്മൾ നന്നായിട്ട് വിയർക്കും. ഇഷ്ടം പോലെ ഫേസ് ഫുള്ള് ഓയിലും ഇതൊക്കെ വരും. പിമ്പിൾസ് വരാനും റാഷസ് വരാനും പിന്നെ ഫേസ് കുറച്ച് ഡള്ളാകാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആകുന്നവരിൽ സ്കിന്നിൻ്റെ ഏജ് കുറച്ചും കൂടെ പെട്ടെന്ന് ഏജ് ആകാനുള്ള സാധ്യതയുള്ളൊരു ക്ലൈമറ്റാണിപ്പോൾ. ഓക്കെ, നമുക്ക് ഇന്ന് മുൾട്ടാണി മിട്ടി എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. മുൾട്ടാണി മിട്ടിയുടെ കുറച്ച് പാക്കുകൾ നമുക്ക് നോക്കാം. മുൾട്ടാണി മിട്ടി വെറുതെ വാട്ടറിൽ കുഴച്ച് ഫേസിൽ അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ സ്കിന്ന് ഡ്രൈ ആവുകയും കുറച്ചും കൂടെ റിങ്കിൾസ് ഒക്കെ വരികയും ചെയ്യും. സോ അങ്ങനെ അല്ലാതെ കുറച്ചൊക്കെ വേറെ കുറച്ച് ഹെർബൽ കോമ്പിനേഷൻസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. മുൾട്ടാണി മിട്ടി വന്നിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കത് സ്കിന്നിലേക്ക്. നമ്മളുടെ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ, സെബം എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ഓയിൽ പ്രൊഡക്ഷൻസിനെ കുറച്ചൊക്കെ കുറച്ചൊക്കെ അല്ല നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും നല്ലൊരു ബ്രൈറ്റ് സ്കിൻ കിട്ടാനും, വണ്ടർഫുൾ ബ്രൈറ്റ് സ്കിന്ന് നല്ല വൈറ്റാക്കി തരും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തൊരു ഏജിങ് സിംറ്റംസ് ഒക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും മുൾട്ടാണി മിട്ടി ഞാൻ ഈ പറയുന്ന കോമ്പിനേഷൻസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആ ഒരു സൈനൊക്കെ മാറി റിങ്കിൾ ഫ്രീ ആയിട്ട്, അതായത് ചുളുക്കമില്ലാത്ത റിങ്കിൾ ഫ്രീ ഞാൻ എപ്പോഴും ഓർക്കും മലയാളത്തിൽ പറയണമെന്ന്. ചുളിവുകൾ വീഴാൻ തുടങ്ങുന്ന ആ സമയത്ത് നമ്മളിതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇനി ചുളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് ആഴ്ചയിൽ 2 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ മാറി ചുളിവുകളൊന്നുമില്ലാത്ത നല്ല ഒരു സ്കിൻ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോഡക്റ്റ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് പ്രോഡക്റ്റ്സ് മീൻസ് കുറച്ച് ഹെർബൽ ഐറ്റംസ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ പോകുന്നതിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ ഓരോ ഗുണങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നതാണ് വീഡിയോയ്ക്കകത്തൂടെ. അല്ലാതെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് സ്കിന്നിൽ എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങളുടെ ലാംഗ്വേജിലല്ല, ഇംഗ്ലീഷിലാണ് ഞാൻ ഇടുന്നത് ഡിസ്ക്രിപ്ഷൻസ്. സോ നിങ്ങൾക്കത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി, അറിയില്ല വേറെ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഗൂഗിൾ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ. ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിറയെ പേരുടെ സ്കിന്ന് ചുളിവ് വീഴാനും പാട് വീഴാനും അല്ലെങ്കിൽ നിറം മങ്ങാനും, വെയിലത്ത് പോയില്ലെങ്കിൽ തന്നെ, വെയിലത്ത് പോകുന്നതാണ് ഏറ്റവും വലിയ സൺ ഡാമേജിൻ്റെ കോസ്. ഓക്കെ, സോ ഇതിനെയൊക്കെ മറികടന്ന് നല്ല ഫെയർ സ്കിൻ, ഒരു സ്കാർ ഇല്ലാതെ, ഒരു റിങ്കിൾസ് ഇല്ലാതെ, ഒരു ചുളിവുകളില്ലാതെ നല്ല ഫെയർ ആയിട്ട് ഏജ് ബാധിക്കാത്ത പോലത്തെ ഒരു സ്കിൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇന്ന് നമ്മൾ അതിനുവേണ്ടി നോക്കുന്നത് മുൾട്ടാണി മിട്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് വേണം. പിന്നെ നമുക്ക് കുറച്ച് കേർഡ് വേണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. ടൊമാറ്റോ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരാളുടെ ഫേസിലേക്ക് ഒരു ടൊമാറ്റോ അരച്ച് പേസ്റ്റ് ആക്കി ഞാൻ അരിച്ചെടുത്താണ് കേട്ടോ, കാരണം കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള പായ്ക്കാണിത്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ മുൾട്ടാണി മിട്ടി ഇടാം. ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. ഇത് നോട്ട് ഫ്ലേവേർഡ് ആണ്, പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തായിട്ട് അതിലോട്ട് കുറച്ച് കേർഡ് ചേർക്കാം, കുറച്ച് മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കാം, ഇത്ര തന്നെ മതിയാവും. ഇത് നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്ത് പേസ്റ്റാണ് കേട്ടോ, നല്ല സുഖമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആഴ്ചയിൽ 2 ദിവസം ഇട്ടാൽ മതി. നമ്മുടെ സ്കിന്നിൽ വരുന്ന സൺ അടിച്ചിട്ട് വരുന്ന ടാൻ, പിന്നെ ബ്ലാക്ക് മാർക്സ്, കുറച്ച് ഏജ് ആകുമ്പോൾ സ്കിന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ആകുന്നതാണ് സ്കിന്നിൽ ചുളിവ് വീഴാനുള്ള ഏറ്റവും വലിയ കാരണം. കുറച്ച് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള കൊളാജിനൊക്കെ കുറയുകയും നമ്മുടെ ശരീരത്തുള്ള ജലാംശം കുറയുകയൊക്കെ ചെയ്യുന്നതാണ് ഡ്രൈ സ്കിൻ വരാനും റിങ്കിൾസ് വരാനും ഒക്കെ കാരണമാകുന്നത്. നിറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഫ്ലേവേർഡ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ, കുറച്ച് നാരങ്ങയോ സിനമണോ ലൈം ജീരകമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഫ്ലേവർ, ഏലക്കയോ ഇഞ്ചിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ പായ്ക്കുകൾ ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾ ഇടുന്നത് നല്ലതാണ്. പിന്നെ ദിവസവും ഇടേണ്ട പായ്ക്കുകളും നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോസിൽ. അതൊക്കെ കണ്ടിന്യൂസ് 7 days 15 days അങ്ങനെ ഇടേണ്ടതാണ്. ഇത് വീക്ക്ലി 2 days ഇട്ടാൽ മതിയാവും. നല്ല കൂളൻ്റാണ്. സമ്മറിൽ ദിസ് ഈസ് വെരി ഗുഡ് സ്കിൻ കെയർ ആണ് കേട്ടോ, വിൻ്ററിലും കൂടെ. നമുക്ക് സമ്മർ വിൻ്റർ മൺസൂൺ അത്ര ക്ലൈമറ്റേ ഉള്ളൂ.
വളരെ നല്ലൊരു സ്കിൻ കെയർ ഏജൻ്റാണ് കേട്ടോ മുൾട്ടാനി മിട്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കും ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഞാൻ അതർ ദാൻ ദാറ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ, ഐ വിൽ ടെൽ യു. ഇതൊക്കെ ആൻറ്റി ഏജിങ്, റിങ്കിൾ ഫൈറ്റ് ആൻഡ് വാട്ട് യു കോൾ ആക്നെ ട്രീറ്റ്മെൻറ്റ്, ഡെഡ് സ്കിൻ പോയിട്ട് നല്ലൊരു ഫെയർ സ്കിൻ. ഇനി നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് നെക്സ്റ്റ് ഡേ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു ഗ്ലോ ഉണ്ടായിരിക്കും സ്കിന്നിൽ. ഇത് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ കഴുകി നോക്കിയാൽ മതി. വീക്ക്ലി 2 ടൈംസ് ഇട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ പായ്ക്കൊക്കെ വീക്ക്ലി 2 ടൈംസ് ഇട്ടാൽ മതി. ഇതിന് മുന്നേ പറഞ്ഞ വീഡിയോയിലുള്ളതും വീക്ക്ലി 2 ടൈംസ് ഇട്ടാൽ മതി. അതിൻ്റെ മുന്നേയുള്ള വീഡിയോയിലൊക്കെ 7 ഡേയ്സ് കണ്ടിന്യൂസ്, 15 ഡേയ്സ് കണ്ടിന്യൂസ് ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ഇതൊക്കെ എക്സാക്ട്ലി ഫേസ് പാക്കുകളാണ്. 2 ടൈംസ്, വീക്ക്ലി 2 ടൈംസ്. നിങ്ങൾക്ക് സമയം ഒട്ടും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്ക്ലി 1 ടൈം. സൺ ടാനൊക്കെ കളയാനായിട്ട് ഇത്രയും നല്ല ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് വേറെ ഇല്ല. ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു കേട്ടോ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട്. അത്രയ്ക്കും ഡിഫറൻസ് ആണ് കൈക്ക് ഇവിടെയുള്ള സ്കിന്നിനും തമ്മിലുള്ള ഡിഫറൻസ്. നല്ല ഇട്ട ആ ഒരു ഭാഗം നല്ല ഫെയർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഷൈനി ആയിട്ടുണ്ട്. ജസ്റ്റ് യൂസ് ഇറ്റ് പ്ലീസ്, അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. അടുത്ത പാക്കിലേക്ക് നമുക്ക് വേണ്ടത് മുൾട്ടാനി മിട്ടി തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് ബദാം ഓയിലാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ലൈം ജ്യൂസാണ്. നമുക്ക് ഒരു ഫേസിലേക്ക് വേണ്ടത്ര മുൾട്ടാനി മിട്ടി പൗഡർ എടുത്താൽ മതി. കുറച്ചും കൂടി ഇടാം. അതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കാം. ലൈം ജ്യൂസ് കുറച്ച് മതിയാവും കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബദാം ഓയിൽ. ഇത് ആൻറ്റി ഏജിങ് ആണ്, റിങ്കിൾസ് ഫൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് നല്ല കളറൊക്കെ കിട്ടാനായിട്ട്, പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചർ സ്കിന്നിൽ നിലനിർത്താനായിട്ടൊക്കെ ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ് കേട്ടോ. മിക്സ് ഇറ്റ് വെൽ. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഇത് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടുക. ഓക്കെ, ഇറ്റ്സ് ഗുഡ് ഫോർ ആൻറ്റി ഏജിങ്, ആക്നെ ഫൈറ്റിംഗ്, സ്കിൻ ബ്രൈറ്റനിങ്, സ്കിൻ വൈറ്റനിങ്, ഫൈൻ ലൈൻ, റിങ്കിൾസ് എല്ലാത്തിനും നല്ലതാണ്. എസ്പെഷ്യലി മോയ്സ്ചർ, നമ്മുടെ ഫേസിൽ ഫേസ് മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താനായിട്ട് വളരെ നല്ലതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. ഡെഡ് സ്കിൻ ഒക്കെ മാറ്റി, ഫേസിലുള്ള ടാനൊക്കെ മാറ്റി നല്ല പെർഫെക്റ്റ് സ്കിൻ കിട്ടും. ഓക്കെ, അടുത്ത പാക്കിലേക്ക് നമുക്ക് വേണ്ടത് മുൾട്ടാനി മിട്ടിയും പാലുമാണ്. കുറച്ചെടുക്കാം. ഒരാളുടെ ഫേസിലേക്ക് ഉള്ളത് നോക്കിയെടുത്താൽ മതി, വെറുതെ വാങ്ങിച്ചിട്ട് വേസ്റ്റ് ആക്കണ്ട. ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. പാല് നോക്കി വെക്കണം. ഒരുപാട് ഒഴിച്ചാൽ ചിലപ്പോൾ ഒത്തിരി ആയിപ്പോവും. കുഴച്ചിട്ട് ആവശ്യമുള്ള അത്രയും ഒഴിച്ചാൽ മതിയാവും. ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് നല്ല പേസ്റ്റ് ആക്കുക. നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഒരു ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ ഇടാം കേട്ടോ. ഞാൻ എപ്പോഴും ഈ ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ വേറൊരു ബ്രഷ് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ ഇടാറുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് ഓഫ് പ്രോഡക്റ്റേ നമ്മുടെ ഫേസിലോട്ട് അറ്റാച്ച് ആവത്തുള്ളൂ. സോ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ഫേസിലിട്ട് നോക്കൂ, നല്ല ഡിഫറൻസ് ഉണ്ടാവും. ആക്നെ ട്രീറ്റ്മെൻ്റ് ആണ്, സ്കിൻ ക്ലെൻസറാണ്, ഓപ്പൺ പോർസ് എല്ലാം കുറച്ച് ഓപ്പൺ ആയിട്ട് നന്നായിട്ട് ക്ലീൻ ആകും. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും, സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും, ഓയിൽ കൺട്രോൾ ചെയ്യാനും, എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും ഇത് യൂസ്ഫുൾ ആണ്. സോ ഒരു കുറച്ചൊക്കെ ഏജ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാ ഏജുകാർക്കും പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയും. ഇപ്പോൾ കണ്ട ഈ പാക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ ആഴ്ച ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 ഡേയ്സ് ഓർ 3 ഡേയ്സ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളത്. എല്ലാം തന്നെ എല്ലാ സ്കിൻ കോമ്പിനേഷനും സ്യൂട്ടാകുന്നത് പാക്കുകൾ തന്നെയാണ്. ചെയ്ത് നോക്കിയിട്ട് പറയും. ഓക്കെ, റിസൾട്ട് കമൻറ്റിൽ അറിയിക്കൂ. സോ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.